സസ്പെൻഷനിലിരിക്കുന്ന രാഹുൽ എങ്ങനെയാണ് ഈ പാർട്ടിയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളതാണ്. അതിന് താങ്കൾ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സസ്പെൻഷൻ പിൻവലിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉടൻ ഉണ്ടാവുമോ? അല്ല, ഞാനാണെങ്കിൽ പാർട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളത് അത് സസ്പെൻഷൻ പീരീഡിൽ ഒരു കോൺഗ്രസ് അനുഭാവിയെ എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് ആ പാർട്ടിയുടെ, ഞാൻ എല്ലാ കാലത്തും പാർട്ടിയാണ്, എല്ലാ കാലത്തും, അത് ജനപ്രതിനിധി ആയാലും ജനപ്രതിനിധി അല്ലാതിരിക്കുന്ന കാലത്തും എല്ലാം ഞാൻ പാർട്ടിയാണ്. പാർട്ടി എന്നോട് എന്തു പറയുന്നു, എന്ത് പറഞ്ഞാലും അത് ഇപ്പോൾ എനിക്കെതിരായിട്ട് പാർട്ടി നടപടിയെടുത്തു. നിങ്ങളെല്ലാവരും പല പല ചോദ്യങ്ങളുമായിട്ട് വന്നില്ലേ. എനിക്കെതിരായിട്ട് ഇന്നത്തെ കാലം വരെ ഒരു 10-18 വർഷക്കാലമായി പദവികളിൽ ഞാൻ ഈ പാർട്ടിയിലുണ്ട്. ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്ക് എൻ്റെ വായിൽ നിന്ന് ഈ പാർട്ടിക്കെതിരായിട്ടൊരു വാക്ക് കിട്ടിയിട്ടുണ്ടോ? പാർട്ടി എന്തെല്ലാം പറയുന്നു അതെല്ലാം ചെയ്യും. പാർട്ടി സസ്പെൻഷൻ പീരീഡിൽ എന്നോട് എന്തെല്ലാം കാര്യങ്ങളാണോ, ഒരു സസ്പെൻഷനിലുള്ള ആൾ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത് ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ ജയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നേ. അതിൽ മാധ്യമങ്ങൾ എന്തെല്ലാം കുത്തിയിളക്കാൻ നിന്നാലും അതിൽ ഞാൻ ഒരു ഇഞ്ച് പുറകോട്ട് പോരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര വാർത്ത വേണേലും കൊടുത്തു, എത്ര വാർത്ത കൊടുത്താലും UDFന്റെ ഒരു പ്രവർത്തകൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അയാളുടെ ജയത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും. എത്ര വാർത്ത വന്നാലും ചെയ്യും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ അവസാനം തിരിച്ചെത്തിയിരിക്കുന്നു പാർട്ടിയിലേക്ക്. പാർട്ടിയുടെ ഔദ്യോഗിക ഈ പറയുന്ന ആ മേഖലകളിലേക്ക്, സ്ഥാനമാനങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. സസ്പെൻഷൻ പിൻവലിക്കപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടം നൽകിയ ആ മറുപടിയിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഓൾറെഡി അനൗദ്യോഗികമായിട്ടാണെങ്കിൽ പോലും പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. പാലക്കാട്ടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചുമതലകളും രാഹുലിന് തന്നെയാണ്. രാഹുൽ ഉണ്ടാകും. പാർട്ടിയുടെ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിജയത്തിലെത്തിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും രാഹുൽ മുൻപിലുണ്ടാവും. മാപ്രകള് എത്രയൊക്കെ വാർത്തകൾ നൽകിയാലും, എങ്ങനെയൊക്കെ പിന്തിരിപ്പൻ ശ്രമങ്ങൾ ഉണ്ടാക്കിയാലും, ഈ പറയുന്ന കുത്തിത്തിരിപ്പുകൾ എത്രയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും താൻ ഈ പറയുന്ന UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി മുന്നിലുണ്ടാകും എന്ന് രാഹുൽ പറയുമ്പോ നിങ്ങൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രാഹുൽ തിരിച്ചെത്തിയിരിക്കുന്നു. അത് വലിയ വാർത്താ സമ്മേളനം വിളിച്ച് രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ല. രാഹുൽ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. രാഹുൽ പാർട്ടിയുടെ എല്ലാ പദവികളിലേക്കും ഈ പറയുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ ഇന്ന് പറയുന്നത്, ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി രാഹുൽ പാർട്ടിയിലെ വലിയ ഒരു സ്വാധീന ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും നിങ്ങൾക്കാർക്കും വേണ്ട. നിങ്ങൾ എഴുതി വെച്ചോ. രാഹുൽ ഇപ്പോ ഈ പാലക്കാട് ഇത്രയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ നഗരസഭയും കണ്ണാടിയും പിരായിരിയും മാത്തൂരിലെയും UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നുണ്ടെങ്കിൽ, ഇത്ര വലിയ സജീവ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, പ്രചരണങ്ങളിൽ വീട് കയറുന്നതിൽ എല്ലാത്തിലും മുൻപന്തിയിൽ രാഹുൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഈ പറയുന്ന ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഉണ്ടാകും. രാഹുൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി അതിൽ ഒരു സംശയവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. നിങ്ങൾ അതിനെ ആരും അറിഞ്ഞില്ലെങ്കിൽ ഇപ്പോ അറിഞ്ഞോളൂ. രാഹുൽ തിരിച്ചെത്തിയിരിക്കുന്നു, പാർട്ടിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ഈ പറയുന്ന പ്രചരണ പരിപാടികൾ ഒക്കെ സൂചിപ്പിക്കുന്നത്. രാഹുലിനെ പാലക്കാട്ട് മാത്രം, കാരണം ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം വരാത്തത് കൊണ്ട് പാലക്കാട് മാത്രം തൽക്കാലം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു നിർദ്ദേശമാണ് രാഹുലിന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പാലക്കാട്ടെ നഗരസഭയിലും കണ്ണാടിയിലും ഒക്കെ എല്ലായിടത്തും, മാത്തൂരും പിരായിരിയിലും എല്ലായിടത്തും വലിയ സജീവ ഇടപെടലുകൾ, ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഇടപെടലുകളും പ്രവർത്തനങ്ങളും രാഹുൽ മാങ്കൂട്ടം മുന്നിൽ നിന്ന് നയിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും അനുയോജ്യമായ വ്യക്തിയും ഈ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. കാരണം എന്ന് പറയുന്നത്, രാഹുലിനെ മുന്നിൽ നിന്ന് ഈ പറയുന്ന പ്രവർത്തികൾ ഏൽപ്പിക്കാൻ രാഹുൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടതിന്റെ ഈ പറയുന്ന വലിയ പ്രസക്തി എന്ന് പറയുന്നത് അത് രാഹുലിന്റെ വികസന പ്രവർത്തനങ്ങളാണ്. പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ കഴിഞ്ഞ ഒരൊറ്റ വർഷം കൊണ്ട് രാഹുൽ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ മുന്നിൽ വച്ചുകൊണ്ട് തന്നെ രാഹുലിനെ ആയുധമാക്കി ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.
ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊക്കെ വഴിയെ ഉണ്ടാകും. പക്ഷേ പാർട്ടിയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിനൊരു ഈ വളഞ്ഞ രീതിയിലുള്ള ഒരു മറുപടി പറഞ്ഞത് തന്നെ അതിൻ്റെ ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടാവണ്ട എന്ന് കരുതിയിട്ടാണ് രാഹുൽ അതിന് അത്തരത്തിലൊരു വളഞ്ഞ രീതിയിലുള്ള മറുപടിയുമായി വന്നിരിക്കുന്നത്. അതല്ലാതെ അയാൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തില്ല എന്നുള്ളത് കൊണ്ടല്ല. അയാൾ തിരിച്ചെത്തി. അയാൾക്ക് ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടു, അയാൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന പാലക്കാട് നഗരസഭയും കണ്ണാടിയുമാണ് പ്രധാനപ്പെട്ടിട്ടും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് രണ്ടും പിടിക്കണം എന്ന് തന്നെയാണ്. നഗരസഭ പ്രയോറിറ്റിയാണ്. മുഖ്യ ആകർഷണം എന്ന് പറയുന്നത് നഗരസഭയാണ്. നഗരസഭ പിടിക്കണം. ഇനിയിപ്പോ നാളെയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. പല രാഷ്ട്രീയ നീക്കങ്ങളും രാഹുലിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കണ്ടേക്കാം. അത്ഭുതപ്പെടേണ്ട. പല സൂചനകളും മുമ്പേ നൽകിയതാണ്, പല ചർച്ചകളും മുമ്പേ നടന്നതാണ്. പ്രമീള ശശിധരനും ശിവരാജനും അടങ്ങുന്ന ആളുകൾ മേ ബി ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭാഗമായി പ്രചരണങ്ങളിൽ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി വരെ ആവാനുള്ള സാധ്യതകൾ നിങ്ങൾ തള്ളിക്കളയേണ്ട. അങ്ങനെ ചില ചർച്ചകളും ചില രാഷ്ട്രീയ നീക്കങ്ങളും അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ അത്ഭുതപ്പെട്ടു പോകരുത് എന്ന്. ചുരുക്കി പറഞ്ഞാല് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കടമ്പ തന്നെയാണ്. കാരണം രാഹുൽ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു, ഈ പറയുന്ന നിർദ്ദേശങ്ങൾ രാഹുലിന് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ രാഹുലിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഈ പറയുന്ന രണ്ട് നിബന്ധനകളായിട്ട് തന്നെയാണ് നഗരസഭയും കണ്ണാടിയും വലിയ ഒരു കടമ്പയായി മുന്നിൽ ഒരു കണ്ടീഷൻ എന്നുള്ള രീതിയിലാണ് നേതൃത്വം വെച്ചിരിക്കുന്നത്. കാരണം രാഹുലിനെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് രാഹുലിന്റെ മുന്നിൽ അത് വലിയ ഒരു ചാലഞ്ചായി നൽകപ്പെട്ടിരിക്കുന്നത്. ആ ചാലഞ്ച് രാഹുൽ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. നഗരസഭയും കണ്ണാടിയും പിടിക്കണം, അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തനങ്ങൾ. വീട് കയറാൻ രാഹുൽ തയ്യാറാണ്. രാഹുൽ അതിനിറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പരിപാടികളിലും പ്രചരണങ്ങളിലും രാഹുൽ വളരെ സജീവമാണ്. പാലക്കാട്ടുകാർക്ക് രാഹുൽ വളരെ സുപരിചിതനാണ്, സ്വീകാര്യനാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഈ ഒരു തന്ത്രത്തിലേക്ക് നേതൃത്വം കടന്നു ചെന്നിരിക്കുന്നത്. അപ്പോ രാഹുലിന്റെ ഔദ്യോഗികമായ തിരിച്ചുവരവ് അത് എപ്പോഴായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടുകൂടി, അതിന്റെ ഫലം വരുന്നതോടുകൂടി ആ പ്രഖ്യാപനം ഉണ്ടാവും. പക്ഷേ അതിനു മുമ്പ് രാഹുലിന്റെ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ട്. രാഹുലിന്റെ മുമ്പിൽ ഈ രണ്ട് ചലഞ്ച് ഉണ്ട്. നഗരസഭ പിടിച്ചു കൊടുക്കണം, നഗരസഭ കോൺഗ്രസിന്റെ കീഴിലേക്ക് എത്തിക്കണം. ആ വലിയ ഒരു ചലഞ്ച്, ആ ഒരു വലിയൊരു ദൗത്യം അത് രാഹുലിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ പാലക്കാട് നഗരസഭ പ്രയോറിറ്റിയാണ്, മുഖ്യ ആകർഷണമായ കാര്യമെന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയാണ് എന്ന് രാഹുൽ തറപ്പിച്ചു പറയുന്നതിനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം അയാളുടെ രാഷ്ട്രീയ ജീവിതം, ഈ പൊതുജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പും അതിൻ്റെ ഫലങ്ങളും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും രാഹുലിന്റെ മുന്നോട്ടുള്ള യാത്ര എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരുപക്ഷെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം നിർണയിക്കുന്നതിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് വലിയ ഘടകമായി മാറും. അതാണ് ഞാൻ പറഞ്ഞത്. രാഹുലിന് വലിയ ചലഞ്ച് ഉണ്ട്, വലിയ കടമ്പയുണ്ട് അയാളുടെ മുന്നിൽ. ഈ പറയുന്ന നഗരസഭ പിടിച്ചേ മതിയാകൂ എന്നുള്ള ഒരു അന്ത്യശാസനം തന്നെയാണ്, നിർദ്ദേശങ്ങൾക്കപ്പുറം ഒരു അന്ത്യശാസനം ഇത് തന്നെയാണ് രാഹുലിന്റെ മുന്നിൽ എത്തപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും രാഹുൽ വളരെ സജീവമാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അതിന്റെ ഫലം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, പഞ്ചായത്തുകളാവട്ടെ, മുനിസിപ്പാലിറ്റികളാവട്ടെ, കോർപ്പറേഷനുകളാവട്ടെ, ഏതിലാണെങ്കിലും നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഫലം എന്ന് പറയുന്നത് അതിൽ ഒന്ന് ഈ പാലക്കാട് നഗരസഭ തന്നെയായിരിക്കും, മറ്റൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കും. അപ്പോ അങ്ങനെ വിരലിലെണ്ണാവുന്ന എല്ലാവരും ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഫലങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതൊന്ന് പാലക്കാട്ടെ നഗരസഭയാണ്. ആ പാലക്കാട്ടെ നഗരസഭ പിടിക്കാൻ രാഹുലിനെ മുന്നിൽ നിന്ന് പാർട്ടി നിയോഗിക്കുമ്പോൾ, അത്തരത്തിൽ ഒരു ചലഞ്ച് ദൗത്യം രാഹുലിനെ ഏൽപ്പിക്കുമ്പോൾ പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. രാഹുൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ സാധ്യമാകും, കാര്യങ്ങൾ
നേടിയെടുക്കാൻ, നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി അത്തരത്തിലൊരു ഉത്തരവാദിത്വം ഒരു ചലഞ്ചായി കൊണ്ട് തന്നെ രാഹുലിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. രാഹുലിന്റെ മുന്നിൽ ഒരു നിർദ്ദേശം എന്നതിനപ്പുറം ഒരു ദൗത്യമായി രാഹുലിനെ ഇത് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും രാഹുൽ സജീവമാണ്. ആരൊക്കെ എന്തൊക്കെ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, എന്തൊക്കെ മുടക്കങ്ങൾ വരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും, എത്രയൊക്കെ വാർത്തകൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാലും താൻ പിന്നോട്ടില്ല. ഈ പറയുന്ന കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി തന്റെ അഹോരാത്രം വലിയ തന്റെ ബെസ്റ്റ് താൻ അതിനു വേണ്ടി ചെലവഴിക്കുമെന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്നത്. ആ വാക്കുകളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, രാഹുൽ അനൗദ്യോഗികമായിട്ടാണെങ്കിലും പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം, ചില രാഹുലുമായി അടുത്ത ബന്ധങ്ങളിൽ, വൃത്തങ്ങളിൽ ചില അടുത്ത ആളുകൾ, അവരിൽ നിന്നൊക്കെ ചില ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് ഇത്തരത്തിൽ KPCCയുടെ തന്നെ ചില നിർദ്ദേശങ്ങൾ രാഹുലിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ചില സൂചനകളും പുറത്തേക്ക് വരുന്നുണ്ട്. ആ സൂചനകളൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഇത്ര നേരവും നിങ്ങളോട് സംസാരിച്ചതും പല കാര്യങ്ങൾ പറഞ്ഞതും. അപ്പോ അങ്ങനെ വരുമ്പോ രാഹുലിന്റെ തിരിച്ചുവരവ് ഈ തിരഞ്ഞെടുപ്പിന്റെ അവസാനത്തോടു കൂടി ഒരു മാധ്യമ സമ്മേളനത്തോടോ അല്ലെങ്കിൽ KPCCയുടെ നേതൃയോഗം കഴിയുന്നതോടു കൂടിയോ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന്റെ പ്രഖ്യാപനം നമ്മളുടെ കാതുകളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.